യഥാർത്ഥത്തിൽ ഇറാൻ ചൂണ്ടുന്നത് ഫലസ്തീനിലേക്കാണ്. ലെബനാൻ എന്ന രാജ്യം അതിൻ്റെ ഒരു ഇടത്താവളമായിട്ട് മാത്രമാണ് ഇറാൻ കാണുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാര്യം പല കാര്യങ്ങളൊക്കെ നടന്നിട്ടും അഥവാ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഓരോരോ വർഷത്തിലും. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടു കൂടി അതിന് മൂർധന്യ ഭാവത്തിൽ അതെത്തുകയും ചെയ്തു. 86 കാലഘട്ടത്തിലാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. 80-ൽ അതിൻ്റെയൊക്കെ ആരംഭം കുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനൊരു പൂർണ്ണ രൂപമാകുന്നത് 86-ലാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അത് വ്യത്യസ്തമായിരിക്കുന്ന സാമൂഹ്യ സംവിധാന സംഘടനകൾ ചേർന്നിട്ടാണ് ഹിസ്ബുള്ള ഗ്രൂപ്പായിട്ട് രൂപപരിണാമം പ്രാപിച്ചത്. അത് ഹമാസും അങ്ങനെ തന്നെയാണ്. ഹമാസ് എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ്റെ അകത്ത് ഉണ്ടായ ഒരു പ്രതിരോധ സംവിധാനമൊന്നുമല്ല, ഈജിപ്തിൻ്റെ അകത്തുള്ള ഒരു സാമൂഹ്യ സംഘടനയായിരുന്നു. അത് ജനങ്ങളെ സഹായിക്കുക, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക, അത്തരം ഒരു സംവിധാനമായിട്ട് പ്രവർത്തിച്ചത് പിന്നീട് തൊട്ടടുത്ത പ്രദേശമായിരിക്കുന്ന ഗസക്കകത്ത് അത് വ്യാപിക്കുകയും അങ്ങനെ അത് ഹമാസിൻ്റെ പേരിൽ രൂപപരിണാമം ഉണ്ടാവുകയും ചെയ്ത് പിന്നീട് ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആരംഭ രൂപങ്ങളൊക്കെ മറ്റൊരു തലത്തിലായിരുന്നു. പിന്നീട് ഒരു പ്രതിരോധ സംവിധാനമായിട്ടും രാജ്യസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കക്ഷികളായിട്ടും അവർ മാറി. അത് വർഷങ്ങളുടെ കഠിന ശ്രമത്തിൻ്റെ ഫലമായിട്ടോ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടോ മാറി എന്നുള്ളതുമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ എന്നാൽ ലെബനാനുമായി പറഞ്ഞു വരുന്ന വിഷയം, ഇത്രയും കാലത്തിൽ അതായത് 2025 പോലും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചിട്ട് പോലുമില്ല. ലെബനാൻ ഒരു രാജ്യമാണ്, ഹിസ്ബുള്ള ഗ്രൂപ്പ് പ്രതിരോധിക്കുന്നുണ്ട്, അവർക്ക് ആയുധങ്ങൾ എത്തിക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങളൊക്കെ ഇറാൻ ചെയ്യാറുണ്ട്. പക്ഷേ അടിസ്ഥാനമായ രീതിയിൽ ലെബനാൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇസ്രായേലിനെയും അമേരിക്കയും വറുതിയിൽ നിർത്തുന്ന ഒരു പ്രവർത്തനങ്ങൾ ഇതിനു മുൻപൊന്നും ഉണ്ടാവാത്തതാണ്. എന്താണ് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ കണിശമായിരിക്കുന്ന നിലപാടായിട്ട് ഇറാൻ മുന്നേറുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം, അത് ലെബനാനിൽ മാത്രം അവസാനിക്കില്ല. ലെബനാന് ശേഷം ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് സങ്കീർണമായിരിക്കുന്ന ഒരു പ്രശ്നം ഈ മേഖലയിൽ ഉണ്ടാവാൻ പോകുന്നു. അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഇസ്രായേലും അതുകൊണ്ടാണ് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുന്നത്. ഒരു ലെബനാനിൽ അത് അവസാനിക്കില്ല എന്ന് യഥാർത്ഥത്തിൽ ആർക്കറിയാം? ഇസ്രായേലിനറിയാം. ലെബനാനിൽ നിന്നുള്ള പ്രതിരോധം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ മേഖലയിൽ വലിയൊരു മേധാവിത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കും. എന്നാൽ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ ആ പരാജയം ലെബനാനിൽ ഒതുങ്ങില്ല, അത് സിറിയയിൽ പൊന്തും, ഈജിപ്തിൽ പൊന്തും, ജോർദാനിൽ പൊന്തും. അങ്ങനെ ബഹുമുഖ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യങ്ങളിലുള്ള വ്യത്യസ്തമായിരിക്കുന്ന സംഘടനകൾ രൂപപരിണാമം ഉണ്ടാക്കും എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇസ്രായേലിന് അറിയാം. അതുകൊണ്ടാണ് അമേരിക്കയെ പോലും വെല്ലുവിളിച്ച് അല്ലെങ്കിൽ അമേരിക്കയെ പോലും എതിർത്ത് ഞങ്ങൾ സ്വതന്ത്രമായിരിക്കുന്ന രാഷ്ട്രമാണ്, റിപ്പബ്ലിക്കാണ്, അതിൽ ഇടപെടേണ്ട കാര്യമൊന്നും അമേരിക്കയ്ക്കില്ല എന്ന് പലതരത്തിലും ഇസ്രായേൽ ഇപ്പോൾ പറയുന്നുണ്ട്. ഇസ്രായേൽ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇത് തന്നെയാണ്. കാര്യം ലെബനാൻ മേൽ അവസാനിക്കില്ല എന്നുള്ളതും വളരെ കൃത്യമായിരിക്കുന്ന ചില രാഷ്ട്രീയമായിരിക്കുന്ന നിലപാടുകൾ ഇറാൻ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. കാര്യം അവർക്ക് മരണമോ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തകർച്ചയോ അല്ലെങ്കിൽ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ പ്രശ്നമേ അല്ല. അടിസ്ഥാനമായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി തങ്ങൾ തയ്യാറല്ലെന്ന് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ പറയുന്നതിൻ്റെ കാര്യം അവർക്ക് കൃത്യമായിരിക്കുന്ന മാനദണ്ഡങ്ങളും ലക്ഷ്യങ്ങളും ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയെ അവർ ഇറാന് മുൻപിൽ മധ്യസ്ഥരായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിരിക്കുന്ന സംഭവമൊന്നുമല്ല, അതൊരു വലിയ സംഭവമാണ്. നമ്മൾ നോക്കൂ, ഇറാഖുമായിട്ട് യുദ്ധം നടന്നല്ലോ, ലിബിയയുമായിട്ട് നടന്നല്ലോ, സിറിയയായിട്ട് നടന്നല്ലോ, പല രാജ്യങ്ങളുമായിട്ട് നടന്നിട്ട് അവിടുത്തെ ഏതെങ്കിലും ഭരണാധികാരികളുമായിട്ട് സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറായിട്ടുണ്ടോ? ഇനി നമ്മൾ അഫ്ഗാനിസ്ഥാൻ നോക്കുക. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അട്ടിമറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എത്രാനും സമയം അല്ലെങ്കിൽ എത്രാനും മാസങ്ങളെടുത്ത യുദ്ധമാണ് അവിടെ നടത്തിയത്. എന്നാൽ ഒരു സമാധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് താലിബാനുമായിട്ട് അങ്ങ് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തേ പറയാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കരുത്തും ശക്തിയും ക്ഷയിച്ചു പോയിരിക്കുന്നു. അമേരിക്കയുടെ മുൻപിൽ മുന്നേറാൻ പറ്റാതിരിക്കുന്നു, അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇറാനിലേക്ക് ചൂണ്ടുന്ന സമയത്ത് ഇറാനിൽ
അമേരിക്കയാണ് പരാജയപ്പെട്ടത്. അമേരിക്കയുടെ ശക്തിയാണ് ക്ഷയിച്ചു പോയത്. അവർക്ക് എങ്ങനെയാണ് മുന്നേറേണ്ടത് എന്ന് അറിയാൻ പറ്റാതെ പോയത് ഇറാനിൽ മാത്രമാണ്. അതുകൊണ്ടൊരു ചർച്ചയ്ക്ക് വരുന്നു. ഇനിയൊരു ചർച്ചയ്ക്ക് വരുമെന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഫലസ്തീൻ്റെ വിഷയത്തിൽ രണ്ട് തരത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്ന്, മുൻപ് അറിയില്ലേ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ, അതായത് ഇപ്പം നടക്കുന്ന ഈ സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ മധ്യസ്ഥരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇറാൻ. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നവർ തിരിച്ചു പോകില്ല എന്നൊരു ഭീഷണി സ്വരത്തിൽ സോഷ്യൽ ട്രൂത്തിൽ ഒരു മെസ്സേജ് ഇട്ടു, അതല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തെ പിടിച്ചുകൊണ്ടാണ് പിന്നീട് ഇറാൻ സംസാരിച്ചത്. ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാണ് ഞങ്ങൾ, നിങ്ങളാണ് ക്ഷണിച്ചത്, അതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ചർച്ചയ്ക്കിരിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി തങ്ങളെ, എതിർ കക്ഷികളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഗുണ്ട ആക്ട് പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഉചിതമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. മുൻപ് അവരെ നടത്തിയിട്ടുണ്ട്. മധ്യസ്ഥ ചർച്ച പൊട്ടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ കരാർ വ്യവസ്ഥ പൂർണ്ണമാവാതിരിക്കുക എന്നുള്ളതും ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും. അതിന് പറഞ്ഞ കാര്യം, ഗസയുമായിട്ട് വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഈജിപ്തിൽ വെച്ചിട്ട് നടന്നു. ഈജിപ്തിൽ വെച്ച് നടത്തപ്പെട്ട ആ വെടിനിർത്തൽ ചർച്ചയിൽ 20 രാജ്യങ്ങൾ പ്രതിനിധികൾ പങ്കെടുത്തു. തങ്ങളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു, തങ്ങൾ ക്ഷണിച്ചിട്ട് തങ്ങൾ പോയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു നാടകമാണ്, ഞങ്ങൾക്കറിയാം. കരാർ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഈ ബന്ദികളെ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ പൂർണ്ണത വന്നു. പക്ഷേ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചു. ഇസ്രായേൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമിച്ചു എന്ന് പറയുന്നത് അത് വലിയ രീതിയിലൊരു ഗൗരവമായിരിക്കുന്ന വിഷയമൊന്നുമില്ല. കാര്യം കരാർ ലംഘിക്കുന്നവരാണ് എല്ലാ കാലത്തും അവർ. പക്ഷേ 20ഓളം മധ്യസ്ഥരായിരിക്കുന്ന രാജ്യങ്ങൾ ഈ കരാർ വ്യവസ്ഥക്ക് മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നതിനാൽ എന്തുകൊണ്ട് അവർ ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല എന്നുള്ള ചോദ്യമാണ് വന്നത്. അത് ഇറാൻ മധ്യസ്ഥരോട്, അതായത് പാകിസ്ഥാനോടും ഖത്തറിനോടും സ്വിറ്റ്സർലൻഡിനോടും ചോദിച്ച ചോദ്യമാണ്. ഈ ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ ഇവിടെയും വരാൻ സാധ്യതയുണ്ട് എന്നുകൂടി അവർ വിലയിരുത്തുകയാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ നേതാക്കന്മാരെ വധിക്കും, തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വധിക്കും, കൊല്ലും തന്നെയാണല്ലോ. അങ്ങനെ പറഞ്ഞ സമയത്ത് മധ്യസ്ഥരായിരിക്കും നിങ്ങളെന്ത് മറുപടി പറഞ്ഞു? നിങ്ങളാണല്ലോ പ്രതികരിക്കേണ്ടത്. കാര്യം നിങ്ങളുടെ മധ്യസ്ഥയിലേക്കാണ് ക്ഷണിച്ചത്, നിങ്ങളെന്ത് മറുപടി പറഞ്ഞു? എന്തുകൊണ്ടൊന്നും മറുപടി പറഞ്ഞിട്ടില്ല എന്ന ചോദ്യം പ്രസക്തമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളൊക്കെ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഒരു ഗുണ്ട ആക്ട് പോലെയാണ് അവർ പ്രവർത്തിക്കാറുള്ളത്. മറ്റുള്ള രാജ്യങ്ങളോട് ബഹുമാനം കാണിക്കില്ല. ഒരു കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി സമീപിക്കില്ല. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ആർക്കുണ്ട്? അമേരിക്കക്കുണ്ട്. അപ്പോൾ അമേരിക്കക്ക് മാത്രമല്ല, അത് ഇസ്രായേലിനുണ്ട്. ഇസ്രായേൽ ഗസയിൽ വെടിനിർത്തൽ ലംഘിച്ചതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്ന് ചോദിച്ചത് ഇറാനാണ്. ഇറാൻ അങ്ങനെ തന്നെ ചോദിച്ച് നിർത്തിയിട്ടൊന്നുമില്ല. തങ്ങൾ അതുകൊണ്ടാണ് അവിടേക്ക് മധ്യസ്ഥത വരാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പാലിക്കപ്പെടാൻ പോകുന്നില്ല. ഇസ്രായേൽ ലംഘിച്ചാൽ പാലിക്കില്ല, ഗസക്കാർ ലംഘിച്ചാൽ വലിയ ശിക്ഷ കൊടുക്കുകയും ചെയ്യും. ആ ഇരട്ട നീതി എന്ന് പറയുന്ന സംവിധാനത്തോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം, ഇസ്രായേൽ മനസ്സിലാക്കുന്നത് ലെബനാനിൽ നിന്നും തങ്ങൾക്ക് പരാജയം തന്നെയാണ് ഉള്ളത്, പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഇല്ലാത്ത ഒരു നിലപാടുമായിട്ടാണ് ഇറാൻ വന്നത്. 1948 സ്വാതന്ത്ര്യം, നമ്മൾ നിൽക്കുന്നത് 2025, 2026, 2025 പോലും ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇറാൻ സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ പറയുന്നു ലെബനാനിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം, തങ്ങളുടെ കരാർ വ്യവസ്ഥ തങ്ങൾ ലംഘിക്കുന്നതാണ്, തങ്ങൾ വേണമെങ്കിൽ ഇനിയും ഇസ്രായേലിനെ ആക്രമിക്കും. ഇസ്രായേലിനെ ഒറ്റയ്ക്ക് ഇപ്പോൾ നേരിട്ട് ആക്രമിച്ചു ഇറാൻ. ലോക ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ്. ഇനിയും അത് ആവർത്തിക്കുമെന്ന് പറയുന്ന സംഭവം ഉണ്ടാകും എന്ന് തന്നെയാണ് അതിനർത്ഥം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്ന രണ്ട് പ്രധാനമായിരിക്കുന്ന വിഷയം, ലെബനാനിൽ അതിജീവിക്കണം എന്നുള്ളത് ഇസ്രായേലിന് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. ലെബനാനിൽ നിന്ന് ഇസ്രായേലിനെ പിന്മാറിക്കൊണ്ട് ആ സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക്കിനെ അതിൻ്റെ മഹത്വത്തോടു കൂടി നിലനിർത്തുക എന്നുള്ളത് ഇറാൻ്റെ ആവശ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വിജയിച്ചെങ്കിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ടാവും. ഇവിടെ പരാജയപ്പെട്ടാൽ അത് ഉണ്ടാവില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലെബനാനിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പലസ്തീൻ വിഷയമായിട്ട് പൊന്തി വരില്ല. പലസ്തീൻ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അറബ് രാജ്യങ്ങൾ വരാൻ സാധ്യത കുറവാണ് എന്ന് അനുമാനിക്കുന്നു. എന്നാലും ഇവിടെ വിജയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളതാണോ? എളുപ്പമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാമ്പുറം ഇറാനുണ്ട്. ഇങ്ങനെ രണ്ട് രാജ്യങ്ങൾക്കും മർമ്മപ്രധാനമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ലെബനാൻ നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം.